ഹായ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിരിക്കേണ്ട ഒരു ആപ്പാണ് ക്രെഡ്. ഞാൻ ഏകദേശം ഒരു 1 മന്തിന് മുകളിലായി ഈ ഒരു ക്രെഡ് ആപ്പ് ഉപയോഗിക്കുന്നു. എനിക്ക് ഇതിലൂടെ നിരവധി ക്യാഷ് ബാക്കും അതേമാതിരി ഓഫേഴ്സും ഈ ഒരു ചെറിയ പീരീഡിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ക്രെഡ് ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയതും അതേമാതിരി ക്രെഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തുകൊണ്ട് ക്രെഡ് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഏറ്റവും ഈ അടുത്താണ് ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത്. അത് ഫെഡറൽ ബാങ്കിന്റെ സിഗ്നെറ്റിന്റെ റുപ്പേ കാർഡാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് യു പി ഐ ഒക്കെ ലിങ്ക് ചെയ്ത് യു പി ഐ വഴിയൊക്കെ പേയ്മെന്റ് നടത്താൻ പറ്റുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഈ കാർഡ് കിട്ടിയ ടൈമിൽ ഞാൻ ക്രെഡ് ഓപ്പൺ ചെയ്യാൻ പോയി അക്കൗണ്ട്. അപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. ആ ടൈമിൽ ഞാൻ എൻ്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് അറിയാൻ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ ഫെഡ് മൊബൈൽ ഫെഡറൽ ബാങ്കിന്റെ ആപ്പിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു സെക്ഷൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ്. പക്ഷെ ആ ഒരു പേജ് എന്ന് പറഞ്ഞാൽ വളരെ ശോകം പിടിച്ച ഒരു പേജാണ്. നമുക്കൊരു ബിഗിനർക്ക് ഒരു തേങ്ങ മനസ്സിലാവാത്ത ഒരു സാധനമാണ് സംഭവം. ഞാൻ ഫെഡറൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ സ്വന്തം ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയായിട്ട് പോലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പേജ് തന്നെ നമുക്ക് ബിഗിനർക്ക് ഒരിക്കലും ഒരു മനസ്സിലാവില്ല എന്താണ് ഇത് എമൗണ്ട് എന്നോ, ഇനിയിപ്പോൾ ബില്ല് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഇനി എത്ര അടയ്ക്കാണ്ടെന്നോ, അങ്ങനെ ഒരു ആകെ കൂടി നമുക്ക് കൺഫ്യൂഷൻ ആവും. ബിഗിനേഴ്സിന് പറ്റുന്ന ഒരു ഇതല്ല, ഇന്റർഫേസ് അല്ല. അതേമാതിരി തന്നെ ഞാൻ യു പി ഐ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാർഡ് ലിങ്ക് ചെയ്തത് നമ്മുടെ ഗൂഗിൾ പേയിലാണ്. ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്ത കാരണം തന്നെ നമ്മൾ അറിയാം ഗൂഗിൾ പേയിൽ പൈസ അയക്കുമ്പോൾ നമുക്ക് ആകെ കൂടി കിട്ടുന്നത് മറ്റേ സ്ക്രാച്ച് ആൻഡ് വിൻ ആണ്. അതിൽ കുറേ ഓഫേഴ്സ് നമുക്ക് ഒന്നിനും പറ്റാത്ത റമ്മി സർക്കിളിന്റെ അല്ലെങ്കിൽ വേറെ കുറെ കുന്തത്തിന്റെ ഒക്കെ ഓഫേഴ്സ് ആണ് നമുക്ക് കിട്ടുക. അല്ലാണ്ട് നമുക്ക് ഉപയോഗമുള്ളതൊന്നും കിട്ടൂല. അപ്പോൾ ഫസ്റ്റ് ആ ഒരു മന്ത് ഈ രണ്ട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫസ്റ്റ് ക്രെഡിറ്റ് സ്കോർ വന്നു. ക്രെഡിറ്റ് സ്കോർ വന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്രെഡിൽ പോയിട്ട് അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കി. അതേമാതിരി അക്കൗണ്ട് കിട്ടി. അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് ക്രെഡിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ക്രെഡ് പേ ആണ്. ക്രെഡിറ്റ് പേയിൽ നമുക്ക് നമ്മുടെ ബാങ്കുകളെല്ലാം ഓട്ടോമാറ്റിക്കലി ലിങ്ക് ആവും. അതേമാതിരി ക്രെഡിറ്റ് കാർഡ് നമുക്കൊന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്ത് കൊടുത്തു. ക്രെഡിറ്റ് കാർഡ് അവരുടെ യു പി ഐയുടെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ഗൂഗിൾ പേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അതേമാതിരി നല്ല ക്യാഷ് ബാക്ക് അവരുടെ യു പി ഐയിൽ കിട്ടും. നമ്മുടെ ഗൂഗിൾ പേ തന്നെ മാതിരി ഒരു യൂസും ഇല്ലാത്ത ഒരു വൗച്ചേഴ്സ് അതൊന്നല്ല തരിക. ഇടയ്ക്ക് വൗച്ചേഴ്സ് കിട്ടും, പക്ഷെ എനിക്ക് മിക്ക ടൈമിലും ക്യാഷ് ബാക്ക് ആണ് കിട്ടിയേക്കണേ. അതിപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡിന് പേ ചെയ്താലും അതെ, ബാങ്കിൽ നിന്ന് കൊടുത്താലും അതെ, നമുക്ക് ഈ പറഞ്ഞ സ്കാൻ ചെയ്തിട്ടും സാധാരണ നമ്മൾ യു പി ഐ യൂസ് ചെയ്യണ തന്നെ അത് ഉപയോഗിക്കാം. പക്ഷെ നല്ല ക്യാഷ് ബാക്ക് അവർ തരുന്നുണ്ട് അവരുടെ യു പി ഐയിൽ. അതൊരു നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ക്യാഷ് നമ്മളെ ക്രെഡിറ്റ് ക്യാഷ് മാതിരി ആഡ് ചെയ്ത് കിടക്കും. ആ ക്യാഷ് നമുക്ക് ബില്ല് അടയ്ക്കുക മൊബൈൽ റീചാർജ് ചെയ്യാം. ഇനി അതല്ല നമ്മൾ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കുമ്പോൾ പോലും യൂസ് ചെയ്യാം. അത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. കാരണം എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ അത് ഭയങ്കരമായിട്ട് എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടി അങ്ങനെ. അപ്പോൾ അതെനിക്ക് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് ഫസ്റ്റ് തോന്നിയത് ക്രെഡിന്റെ. അത് കഴിഞ്ഞുള്ള ഒരു ഫീച്ചർ അവരെ ക്രെഡ് മണി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വരവ് ചെലവ്, എവിടൊക്കെ പൈസ പോയി, എവിടൊക്കെ നമുക്ക് എത്ര പൈസ വന്നു, ഏതൊക്കെ ബാങ്കിലേക്ക് എങ്ങനെയൊക്കെയാണ് വന്നതെന്നുള്ളത് മൊത്തം ആ ഒരു സെക്ഷനിൽ കിട്ടും. അതേമാതിരി നമുക്ക് എത്ര ഇൻട്രസ്റ്റ് ബാങ്കിൽ എത്ര ഇൻട്രസ്റ്റ് ഡെയിലി കിട്ടും എന്നുള്ള അടക്കം പോലും അവിടെ നമുക്ക് കാണാൻ പറ്റും. അത് നല്ലൊരു അതിൻ്റെ അതെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ക്രെഡ് ആപ്പിന്റെ മൊത്തത്തിലുള്ള ഡിസൈൻ തന്നെ നൈസാണ്, അടിപൊളിയാണ്. ഈ ഒരു മണി എന്ന് പറഞ്ഞ സെക്ഷനിൽ നല്ല ഡിസൈനാണ്, എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ പൈസ എവിടേക്ക് പോയി എവിടേക്ക് വന്നു എന്നുള്ളതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് അതിൽ നോട്ട് ഇടാം. ഇനിയിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മണി എന്ന് പറഞ്ഞൊരു സെക്ഷൻ. ഇനി അതല്ലാതെ ഇവർക്ക് റിവാർഡ്സും ഉണ്ട്, അതേമാതിരി ക്രെഡ് കോയിനും ഉണ്ട്. ക്രെഡ് കോയിൻ അടിപൊളിയാട്ടോ. കാരണം ആ ക്രെഡ് കോയിൻ ഉപയോഗിച്ച് നമുക്ക് കുറേ ഓഫേഴ്സ് കിട്ടും. അതേമാതിരി അവരുടെ റിവാർഡ്സിൽ പോയിട്ട് സ്പിൻ ചെയ്യാൻ പറ്റും. സ്പിൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. അതേമാതിരി വൗച്ചേഴ്സ് കിട്ടും. പിന്നെ അവരുടെ റിവാർഡ് സെക്ഷനിൽ എല്ലാ ദിവസവും കുറേ ബ്രാൻഡുകൾ, മെയിൻ ബ്രാൻഡുകൾ തന്നെ, ഡൊമിനോസ്, സ്വിഗ്ഗി, സൊമാറ്റോ, അതെല്ലാം ഇനി ഡ്രസ്സിൻ്റെ അവിടെ വരുമ്പോൾ വേറെ കുറേ ബ്രാൻഡ്സ്, പിന്നെ ആക്സസറീസ്, ഇതിനെല്ലാം ഓഫേഴ്സ് ഡെയിലി ഉണ്ട്. നമ്മുടെ ബിഗ് ബില്യൺ സെയിൽസ് മാതിരി എല്ലാ ദിവസവും ഓഫേഴ്സ് ആണ്. അത് അടിപൊളിയാണ്. അവരുടെ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിന്റെ കോയിൻ ഉപയോഗിച്ച് നമുക്ക് പല സാധനങ്ങളും ഓഫേഴ്സിൽ മേടിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ കുറച്ച് നമ്മൾ അറിയാത്ത കുറെ ബ്രാൻഡുകളാണെങ്കിലും കുറച്ചും കൂടി കഴിയുമ്പോൾ
നല്ല നല്ല ബ്രാൻഡുകൾ വരികയാണ് അവരുടെ സ്റ്റോറിക്ക് വരികയാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആവും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് കുറെ നല്ല ഓഫേഴ്സ് കിട്ടും. അതിപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് അവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. ചിലപ്പോൾ നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത ഓഫേഴ്സ് ആവും കിട്ടുക. അങ്ങനെ ഒരു യൂസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ക്രെഡിന്റെ ആ ഒരു ഇതിൽ. കാരണം നമുക്ക് ഓൺലൈനിൽ ഭയങ്കര വില കുറവിൽ നിന്ന് സാധനങ്ങൾ കിട്ടുന്നത് നല്ലൊരു കാര്യമാണല്ലേ. പിന്നെ അതല്ലാതെ വേറെയും കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്തല്ലേ ഈ പറഞ്ഞ മാതിരി ട്രാവല്, അതൊക്കെ ട്രാവലിന്റെ ഒരു സെക്ഷൻ കൂടി ഉണ്ട് അവർക്ക്. ഹോട്ടൽ ബുക്കിംഗ്, പുറത്തുള്ള രാജ്യങ്ങളും അതൊന്നും നമുക്ക് ഇപ്പൊ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് നോക്കിയിട്ടില്ല. പിന്നെ ഇവരെ ക്രെഡ് കോയിൻ നമുക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഓഫേഴ്സും അതൊക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റുക. ഈ കോയിൻസ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഡെയിലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ജനറേഷൻ തന്നെ ടോട്ടലി ഫ്രീ ആണ്. നമുക്ക് ഈ ക്രെഡ് കോയിൻ ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാം. അത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഒരുപാട് പൈസ അതിലൂടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അതേമാതിരി തന്നെ ഇവരുടെ ഒരു വെള്ളിയാഴ്ച ഫ്രൈഡേ ഒരു പരിപാടി ഉണ്ട്. അത് കുറെ ആൾക്കാരെ നറുക്കെടുത്ത് ഇടണ മാതിരിയാണ് ആൾക്കാരെ. അത് ഒരു കുറെ കാലമായിട്ട് ക്രെഡ് യൂസ് ചെയ്യണവർക്കുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് കയറിയാലും നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ള അറിയില്ല. അപ്പോ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ സമ്മാനങ്ങളാണ്. ഈ പറഞ്ഞ മാതിരി 2 ലക്ഷം രൂപയുടെ സ്റ്റോക്സ്, അല്ലെങ്കിൽ എത്തീറിയം, ഐഫോൺ, അങ്ങനെ കുറെ സമ്മാനങ്ങൾ കിട്ടും. അത് ഓരോ വെള്ളിയാഴ്ചയായിട്ടാണ് നടക്കുക. അത് ഓരോരുത്തർക്ക് കിട്ടാറുണ്ട്. അതിപ്പോ ഈ അടുത്ത തുടങ്ങിയതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു സെക്ഷനും ഉണ്ട് അവരുടെ. അപ്പൊ ഇതുമാതിരി നിരവധി ക്യാഷ് ബാക്ക് ഓഫേഴ്സും ക്രെഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതല്ലാതെ ഇനിയുള്ള വേറൊരു കാര്യം തന്നെ, നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ മൊത്തമുള്ള ഡീറ്റെയിൽസ്, എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഉണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ബില്ല്, ഇനി എന്താണ് ബില്ല് വരാനുള്ള ഇൻഷുറൻസ്, അതൊക്കെ നമുക്ക് അതിൽ കൃത്യമായിട്ട് കാണിച്ചു തരും. അതേമാതിരി ക്രെഡിറ്റ് കാർഡ് ബില്ല് വന്നാൽ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്ത് അത് പെട്ടെന്ന് തന്നെ അടയ്ക്കാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. കാരണം നമ്മൾ അല്ലെങ്കിൽ മറ്റേ ബാങ്കിന്റെ ആപ്പിലൊക്കെ പോയിട്ട് എടുത്ത് നോക്കേണ്ടി വരും ബില്ല് ജനറേറ്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതേമാതിരി തന്നെ കുറെ ക്രെഡിറ്റ് കാർഡ്സ് നമുക്ക് അൺലോക്ക് ചെയ്യാനും പറ്റും കേട്ടോ ഈ ക്രെഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡുള്ള ആൾക്ക് നമുക്ക് വേറെ കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് അതിൽ കാണാം. അത് വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി ക്രെഡിറ്റ് കോയിൻ യൂസ് ചെയ്ത് അൺലോക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അങ്ങനെ ഒരുപാട് നിരവധി ഞാൻ ഇപ്പൊ പോലും ആ ഒരു ആപ്പിന്റെ ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇപ്പൊ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സ് അതൊക്കെ തോന്നിയോണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇനി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണവര്, ഇതുവരെയും ക്രെഡിറ്റ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. ഇനിയിപ്പോ യൂസ് ചെയ്ത ആൾക്കാർക്ക് തന്നെ എന്തെങ്കിലും നെഗറ്റീവ് അടിച്ച്, ഇപ്പൊ ഞാനാണെങ്കിൽ 1 മാസമായിട്ടല്ല യൂസ് ചെയ്തിരുന്നത്, ചിലപ്പോൾ 1 കൊല്ലോ 2 കൊല്ലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാവുമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേമാതിരി ഈ ഒരു വീഡിയോ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്, അവർക്കൊരു ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുമാതിരി കൂടുതൽ നമ്മുടെ ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ്, മണി മാനേജ്മെന്റ് കാര്യങ്ങളായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുക. അപ്പോൾ അതൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.